ഇതിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണിത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ വയനാട് ഈ ഉരുൾപൊട്ടലും മലയിടിച്ചിലും പേമാരിയും എല്ലാം വന്നപ്പം ജനങ്ങൾ വല്ലാതെ ദുരിതത്തിൽപ്പെട്ടു. 200 പരം ആളുകളാണ് മരണപ്പെട്ടത്. 1000-ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിൻ്റെ മുമ്പിൽ ഇതുപോലുള്ളൊരു ദുരന്തം വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ താമസിച്ചിട്ടാണെങ്കിൽ അവർ സൈന്യത്തെ എത്തിച്ചു. പിന്നെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ അനുവദിച്ചു. ദുഃഖകരമായൊരു കാര്യം, ഈ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഹെലികോപ്റ്ററിനും സൈന്യത്തിന് വേണ്ടി വന്ന ചെലവും കേന്ദ്ര ഗവൺമെൻറ് കണക്ക് പറഞ്ഞ് കേരളത്തിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് അത്തരമൊരു സമീപനമാണ് ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ വീണ്ടും കേന്ദ്രത്തിൻ്റെ മുമ്പാകെ ആവശ്യമുന്നയിച്ച് കേന്ദ്രത്തിൻ്റെ സഹായത്തിന് വേണ്ടിയാണ് കേരളം ശ്രമിച്ചത്. കേരളം ഇത്തരം ശ്രമം നടത്തിയത് അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന നികുതി വിഹിതം ഇവിടെ ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് കേന്ദ്രം നൽകുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. ഇപ്പോൾ 2000-ൽ പരം കോടി രൂപ ആവശ്യപ്പെട്ട സ്ഥലത്താണ് 200-ൽ പരം കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ സംഖ്യ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാട്. ഇത് കേരളത്തോടുള്ള അങ്ങേയറ്റത്തെ അനീതിയാണ് കേന്ദ്രം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് കാണിക്കുന്ന അനീതി അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലൊരു സമരം നടന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ UDF-ഉം LDF-ഉം ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ അവകാശങ്ങൾ വാങ്ങേണ്ടതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിക്കാൻ UDF സന്നദ്ധമല്ല. ഡൽഹിയിൽ സമരമുണ്ടായ സമയത്തും അവർ അങ്ങനെയൊരു നിലപാടാണ് എടുത്തത്. ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും LDF-ഉമായി യോജിക്കാൻ തയ്യാറല്ല എന്ന സമീപനമാണ് UDF സ്വീകരിക്കും. ഇത് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമല്ല. ഇവിടെ ജനങ്ങളുടെ സമ്മർദ്ദം ശക്തിപ്പെടേണ്ടതുണ്ട്, ജനങ്ങളുടെ പ്രതിഷേധം ശക്തിപ്പെടേണ്ടതുണ്ട്. കേരളത്തിന് അർഹമായിട്ടുള്ള അവകാശം, കേരളത്തിൻ്റെ അവകാശം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശ്രമങ്ങൾക്ക് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയുണ്ടാകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിനാണ്. അതെ, ശരിയാണത്. അതെ, അത് അങ്ങേയറ്റത്തെ വിവേചനമാണ് കേരളത്തോട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഹായം ധനം നൽകുന്ന കാര്യത്തിലും വിവേചനമാണ് കാണിക്കുന്നത്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയല്ലോ, ജനങ്ങളിത് മനസ്സിലാക്കുമല്ലോ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പരിഗണന ഒരിക്കലും ഒരു പ്രശ്നത്തിലും കേരളത്തിന് നൽകുന്നില്ല. അത് രാഷ്ട്രീയമായ ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമാണത്. അതവർ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ആഗോള അയ്യപ്പ സംഗമം അതിന് വലിയ പിന്തുണ, NSSൻ്റെ അടക്കമുള്ള പിന്തുണയൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ വന്ന ഈ സ്വർണ്ണപ്പാളി വിഷയം LDF-ന് പ്രതിരോധത്തിലാക്കുന്നു. എന്താ വിഷയം? ഈ സ്വർണ്ണപ്പാളികൾ 2019 അതായത് LDF സർക്കാരിൻ്റെ കാലത്ത് LDF നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. ഒരു തെറ്റിനെയും അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. ഇനി ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിന് പരിശോധിക്കാമല്ലോ. നിങ്ങളിവിടെ നോക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് തെറ്റിനെതിരെ കർശനമായ നിലപാടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. എത്ര പോലീസുകാരെ ഇപ്പം കേരളത്തിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി? അതുകൊണ്ട് തെറ്റിനോട് ഒരു വിട്ടുവീഴ്ചയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടില്ല. തെറ്റിനെതിരെ കർശനമായ നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേലദ്യം വേണ്ട. ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് ഗവൺമെൻറ് എടുക്കും. ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി വെളിപ്പെടുത്തുന്നത് റിനി ആൻഡ് ജോർജ് CPM വേദിയിലെത്തിയിരുന്നു. അപ്പോൾ CPM-ലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് KJ ഷൈൻ. അപ്പോൾ റിനി ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ഒരു CPM-ലേക്ക് വരുന്നതിനെ സ്വാഗതം. ഇതിനെയൊന്നും പ്രശ്നങ്ങൾ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ആര് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ തെറ്റ് ചെയ്ത ആളുകൾ തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ തന്നെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമല്ലേ, ഇതിൽ പീഡനം അനുഭവിച്ചുള്ള കുറച്ച് പെൺകുട്ടികളില്ലേ, യുവതികളില്ലേ, അവരനുഭവിച്ച മാനസികമായ പീഡനം ചെറുതാണോ? അവരുടെ ഭാവി ജീവിതത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നമല്ലേ ഇത്? ആരുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ? ഇതിങ്ങനെ ആരാണിത് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ആരാണ് കുറ്റവാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ഇരയാകപ്പെട്ട ഒരു വിഭാഗമുണ്ട് നാട്ടിൽ.
അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ആരാളുള്ളത്? അവരെ സഹായിക്കാൻ, അവർക്ക് പിന്തുണയ്ക്കാൻ ആരാളുള്ളത്? അതിനെയാണ് നമ്മൾ വേർതിരിക്കേണ്ടത്. എന്നിട്ട് തെറ്റും ശരിയും വേർതിരിച്ച് ശരിയുടെ പക്ഷത്ത് ആര് നിൽക്കുന്നു അവരെ എല്ലാം ശരിയുടെ പക്ഷത്ത് കൊണ്ടുവരണം. ഇപ്പോൾ UDF ആയി എന്നുള്ളത് കൊണ്ട് അവർക്ക് തിരുത്താൻ സന്ദർഭം കിട്ടിയാൽ അവർ തിരുത്തണ്ടേ? അത് തിരുത്തുന്നുണ്ടെങ്കിൽ അത് പാടില്ല നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അത് CPM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല പ്രശ്നം. ഇത് എല്ലാവരെയും കൂട്ടത്തിൽ തെറ്റിയുന്നവരുണ്ടാവുമല്ലോ. തെറ്റിനെതിരെ ആര് നിലപാടെടുക്കുന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അയാൾ എന്തിനാണ് പുറത്താക്കിയത്? പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കിയല്ലോ. പിന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടീസിൻ്റെ വേദിയിൽ നിന്ന് അയാൾ ഒഴിവാക്കി. എന്തിനാണ് ചെയ്തത്? ഇദ്ദേഹം തെറ്റിയതിന് പിന്നെ ഇതിനാർക്ക് സംരക്ഷണം? അങ്ങനെയുള്ള ഒരാളെയല്ലേ നിയമസഭയിൽ വരാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇരട്ട നിലപാട് ഒരു പ്രശ്നത്തിലെടുക്കാമോ? അവിടെയാണ് തെറ്റിനെയും ശരിയെയും നമ്മൾ വേർതിരിക്കേണ്ടത്. തെറ്റിനെതിരെ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗത്തിൽ ലളിതമായി തീരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീകളുടെ എതിർപക്ഷത്താണ് കോൺഗ്രസ്. അങ്ങനെയൊന്നല്ല. ഞാൻ പറയുന്നത് തെറ്റിൻ്റെ കൂടെ കോൺഗ്രസ് നിൽക്കുന്നു, UDF നിൽക്കുന്നു. അത് പാടില്ല എന്നാണ് പറയുന്നത്. അത് അങ്ങനെ വേർതിരിക്കണം. മാധ്യമങ്ങൾ അങ്ങനെ വേർതിരിക്കണം. തെറ്റും ശരിയും വേർതിരിക്കണം. എന്നിട്ട് ശരിയുടെ പക്ഷത്ത് നിൽക്കണം. ഓക്കെ, ശരി.